ബി.ജെ.പിയുടെ മിഷൻ ദക്ഷിണേന്ത്യ തുടങ്ങിയിട്ട് 5 വർഷത്തിലധികമായി. എന്നാൽ ഇത്തവണ ബി.ജെ.പി കാര്യങ്ങൾ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ്. 400 സീറ്റ് എന്ന മാജിക് നമ്പറിലേക്ക് എത്തുകയാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. തെലങ്കാനയിൽ ഇത്തവണ ബി.ജെ.പി വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. അടുത്തിടെ കോൺഗ്രസ് അധികാരം പിടിച്ച സംസ്ഥാനമാണിത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണത്തിലൂടെ വലിയ മുന്നേറ്റം തെലങ്കാനയിൽ ബി.ജെ.പി ഉണ്ടാക്കിയിട്ടുണ്ട്. 17 സീറ്റുകൾ മാത്രമുള്ള ഈ സംസ്ഥാനത്ത് ബി.ജെ.പി കൂടുതൽ ശ്രദ്ധ നൽകുന്നതിന് വിവിധ കാരണങ്ങളുണ്ട്. ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പി കർണാടകയ്ക്ക് ശേഷം വെന്നിക്കൊടി പാറിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനമായി കേന്ദ്ര നേതൃത്വം കരുതുന്നത് ഈ സംസ്ഥാനത്തെയാണ്. 2019-ൽ 17-ൽ 4 സീറ്റുകൾ നേടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞെട്ടിച്ചിരുന്നു. കാരണം അതിന് തൊട്ടു മുൻപായിരുന്നു വൻ മാർജിനിൽ കെ ചന്ദ്രശേഖർ റാവു നിയമസഭാ തിരഞ്ഞെടുപ്പ് ജയിച്ചത്. തെലങ്കാനയിലെ സാഹചര്യം ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് കൂടുതൽ അനുയോജ്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തെലങ്കാനയിൽ ബി.ജെ.പിക്ക് കൂടുതൽ സാധ്യത നൽകുന്നത് അത്തരം പ്രവർത്തനങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തെലങ്കാനയിലെ നഗരമേഖലകളിൽ വലിയ ജനപ്രീതിയുണ്ട്. പക്ഷേ സംഘടനാപരമായ പ്രശ്നങ്ങൾ ബി.ജെ.പി നേരിടുന്നുമുണ്ട്. വലിയ രീതിയിൽ നേതാക്കൾ തമ്മിൽ ഭിന്നതയുണ്ട്. പ്രധാന കാരണം മറ്റു പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലെത്തിയവരാണ്. മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവരെല്ലാം ചേർന്നതോടെ പാർട്ടി സംഘടനാപരമായി ദുർബലമാണ്. എന്നാൽ ബി.ജെ.പി തന്ത്രപരമായി തെലങ്കാനയുടെ മുൻകാലങ്ങളെ വീണ്ടും ചർച്ചയാക്കുകയാണ്. ഹൈദരാബാദിലെ നൈസാം ഭരണത്തെക്കുറിച്ചും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ മടി കാണിച്ചതുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. നൈസാം വലിയ രീതിയിൽ മതേതരത്വം കാണിച്ചെങ്കിലും റസാക്കർമാരുടെ ക്രൂരതകളെല്ലാം ബി.ജെ.പി വീണ്ടും ചർച്ചയാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവും നൈസാമിനും അദ്ദേഹത്തിന്റെ സൈന്യത്തിനുമെതിരെ പോരാടിയിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം പോരാട്ടമായിട്ടാണ് ബി.ജെ.പി ഇതിനെ ചിത്രീകരിക്കുന്നത്. സെപ്റ്റംബർ 17-ന് ഹൈദരാബാദ് വിമോചന ദിനമായി ബി.ജെ.പി ആചരിക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിലേക്കെത്തി സംസ്ഥാനത്തെ ഇന്ത്യയിൽ ലയിപ്പിക്കുകയായിരുന്നു. ബി.ആർ.എസ് മജ്ലിസ് പാർട്ടിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇത്രയും നാൾ ആ ദിനം ആചരിച്ചില്ലെന്നും ബി.ജെ.പി കുറ്റപ്പെടുത്തിയിരുന്നു. ബി.ജെ.പി ഘട്ടം ഘട്ടമായി തെലങ്കാനയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ടി.ഡി.പിയുമായി ചേർന്നപ്പോൾ 5 സീറ്റുകൾ നിയമസഭയിൽ അവർ നേടിയിരുന്നു. എന്നാൽ സഖ്യം വീണപ്പോൾ 1 സീറ്റാണ് ആകെ ലഭിച്ചത്. 2019-ൽ പക്ഷേ 4 സീറ്റിലെ ജയത്തോടെ ബി.ജെ.പി അവരുടെ തലവര മാറ്റിയിരിക്കുകയാണ്. 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 8 സീറ്റാണ് നേടിയത്. വിചാരിച്ച നേട്ടമില്ലെങ്കിലും വോട്ട് ശതമാനം വർദ്ധിച്ചു. 52% പിന്നോക്ക വിഭാഗം, 18% ദളിതുകൾ, ആകെ 9% ന്യൂനപക്ഷം എന്ന ജനസംഖ്യ അനുപാതമാണ് ഇവിടെ ബി.ജെ.പിക്ക് നേട്ടമാകുന്നത്. എന്നാൽ ബി.ജെ.പി വിചാരിച്ചതുപോലെയുള്ള നേട്ടങ്ങൾ പെട്ടെന്നുണ്ടാവില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്.